ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും കൂടി ഇരുന്ന് ഹനിയുടെയും അതുപോലെ അവന്തികയുടെയും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബിയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വിവരങ്ങളെല്ലാം പറയുക. അപ്പോൾ പയ്യൻ ആരാണെന്ന് നവ്യ ചോദിച്ചു. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ, അതായത് ദേവയാനിയും മുത്തശ്ശിയാണെങ്കിൽ, ഞങ്ങൾക്ക് വിവാഹം നടത്താൻ താല്പര്യമാണെന്നും ഏതായാലും അത് ഞങ്ങൾ തീരുമാനിച്ചു. നിനക്കൊന്നും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിനക്കൊന്നും ഇഷ്ടപ്പെടുന്ന പയ്യനൊന്നും അല്ല, പക്ഷേ ഞങ്ങളത് നടത്താൻ തന്നെ തീരുമാനിച്ചു. ഇനി പയ്യൻ്റെ സമ്മതം മാത്രം കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാം. എന്നാലും പയ്യൻ ആരാണെന്നൊന്ന് പറഞ്ഞുകൂടെ എന്ന് നവ്യ ചോദിക്കുമ്പോൾ അവന്തിക മോളിൽ ബാൽക്കണിയിലുണ്ട്, അവളോട് തന്നെ ചെന്ന് ചോദിക്കുക. അവളാണ് ആ പയ്യനെ വേണമെന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞത്, അവൾ നിനക്ക് പറഞ്ഞു തരുമെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ അബിക്ക് കാര്യം മനസ്സിലായി. അപ്പം എത്രയും പെട്ടെന്ന് ഇവരൊരു കല്യാണ വീടാകുമെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. മുത്തശ്ശി, ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അബി ഇങ്ങനെ നവ്യം കൂട്ടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അബി ഒന്നും അറിഞ്ഞില്ല, രാമനാരായണ എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. എന്തായാലും നവ്യക്ക് ഈ ബന്ധത്തോടെ എതിർപ്പൊന്നും കാണത്തില്ല എന്ന് ദേവയാനി പറയുമ്പം അവൾ എതിർത്താലും നമ്മളാരും അത് കാര്യമാക്കാനും പോകുന്നില്ല എന്നും ദേവയാനി പറയാം. പിന്നെ നന്ദു ഈ വീട്ടിലേക്ക് വരുന്നതിനോട് അവൾക്ക് താല്പര്യമൊന്നും ഇല്ലല്ലോ. കാരണം നന്ദുവിനോട് ഇപ്പം നവ്യയ്ക്ക് തീർത്താൽ തീരാത്ത പകയല്ലേ ഉള്ളത് എന്ന് ദേവയാനി പറയുമ്പോൾ നന്ദു ഒരു പാവ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറ്റിയ പെൺകുട്ടി നന്ദു തന്നെയായിരുന്നു എന്ന് മുത്തശ്ശി അന്നേരം പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ ദേവയാനിക്ക് ഭയങ്കര ഒരു സങ്കടം. പിന്നെ ഗോവിന്ദനും കനകയും ജാനകിയും ഒക്കെ അതിനെ ശക്തമായിട്ട് എതിർക്കുമ്പോൾ നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ പറ്റുമോ ദേവേ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അത് കേട്ടപ്പം അനിയും അവന്തിക്കും ഒന്നിക്കട്ടെ അമ്മേ, നന്ദുവിന് നല്ലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാവുന്ന കാര്യം പറയൂ കേട്ടോ. അപ്പം അങ്ങനെ ഇവർ സംസാരിക്കുന്നു. നമ്മളെല്ലാം നേരത്തെ തീരുമാനിച്ചതുപോലെ മുന്നിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ആ കല്യാണം നമുക്ക് നന്നായി നടത്തി കൊടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്തിക അനിയുടെ ഫോട്ടോയിൽ മതിമറന്നിങ്ങനെ ഇരിക്കുക, പല ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ചെന്നു. നീ ആരെയടി കണ്ടുവച്ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അബിയും തമ്പിയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ വേറെ ആരാ, അനിയേട്ടൻ തന്നെയെന്ന് പറഞ്ഞു അവന്തിക. അത് കേട്ടപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അന്തം വിട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക. അബിയാണെന്നുണ്ടെങ്കിൽ ഓഹോ അത് ശരി, അത് നീ എല്ലാവരും അറിയിച്ചല്ലേ എന്ന് അബി ചോദിക്കുമ്പം ഇനി അറിയിക്കാതിരുന്നാലേ ശരിയാവത്തില്ല എന്ന കാര്യം പറയാം അവന്തിക. ഏട്ടത്തിയുടെ അനിയത്തിയും അനിയേട്ടനും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധത്തിലാണെന്ന് പറഞ്ഞപ്പം അവർ തമ്മിലിപ്പോൾ കാണാറില്ലെന്നാണല്ലോ പറച്ചില്ലെന്ന് നവ്യ പറഞ്ഞപ്പം അത് വെറുതെ ആർക്കും എന്ത് വേണമെങ്കിലും പറയാവല്ലോ ഏട്ടത്തി, പക്ഷെ അവർ തമ്മിൽ കാണുന്നു എന്നുള്ളതിനുള്ള തെളിവ് എൻ്റെ കണ്ണുകൾ തന്നെയാണെന്ന കാര്യം അവന്തിക പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും നീ അനിയെ കല്യാണം കഴിക്കുന്നതിൽ സമ്മതമല്ലേ എന്ന് അബി ചോദിക്കുമ്പോൾ 100 വട്ടമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല, നല്ലൊരു മുഹൂർത്തം നോക്കി നീ കതിർമണ്ഡപത്തിൽ കയറിയങ്ങി ഇരുന്നു, അനി നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും എന്ന് പറയുക കേട്ടോ അബി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് നിരാശയായി. ഇല്ല, എൻ്റെ അനിയത്തെ അനി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് തന്നെ അവനെ കിട്ടണമെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് നവ്യ. അപ്പോഴത്തേക്കും ഈ അവന്തിക ഇങ്ങനെ ശ്രദ്ധിക്കുക, നവ്യ ഏട്ടത്തിക്ക് ഈ ബന്ധത്തോട് താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ, അപ്പം എനിക്ക് എന്താ മോളെ താല്പര്യക്കുറവ്? ഒരു കാരണവശാലും നന്ദു എന്ന ഒരുത്തി ഈ വീടിനകത്ത് കാലുകുത്താൻ പാടില്ല എന്ന് നവ്യ. അവളൊരിക്കലും ഈ വീടിൻ്റെ മരുമകളാകരുത്, എനിക്ക് അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അബി അവൾക്ക് നന്ദുവിനെ കത്തിക്കാനുള്ള ദേഷ്യമുണ്ട് മോളെ, അതുകൊണ്ട് അവൾ ഒരിക്കലും ആ ബന്ധത്തിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് അബി പറയുക. അനിയേട്ടന് പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് അവന്തിക പറയുമ്പം അതൊക്കെ അവൻ്റെ കയ്യും കാലും പിടിച്ചു കെട്ടി ഈ വീട്ടിലുള്ളവർ നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചോളൂ എന്ന കാര്യം പറയുക അബി. നീ ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ അങ്ങ് പോയാൽ മതി, ഞങ്ങളുടെ കല്യാണത്തിന് നന്ദു ഒരു തടസ്സമാണെങ്കിൽ അവളെ ഒഴിവാക്കണം അഭിയേട്ട എന്ന് അവന്തിക പറയുകയാണേ. അല്ലെങ്കിലും അവളെ നോട്ട് ചെയ്തിട്ടുണ്ട് അച്ഛൻ. പിന്നെയാ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്നും ഇവൻ അനിയത്തിയോട് പറയുന്നു. നിനക്ക് അനിയെ കിട്ടാൻ വേണ്ടിയിട്ട് അവളെ ഇല്ലാണ്ടാക്കാൻ വരെ ഞാനും അച്ഛനും മടി കാണിക്കത്തില്ല എന്നൊക്കെ അബി ഇങ്ങനെ അവിടെ നിന്ന് അവന്തികയോട് പറഞ്ഞു. അത് പറഞ്ഞ് അബി അങ്ങ് പോയപ്പോൾ അവന്തിക ഭയങ്കര സ്വപ്നം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് അനി ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ നയനയുണ്ട്, രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നു കേട്ടോ. അനി കയറി ചെന്നപ്പോഴത്തേക്കും ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത് ചോദിക്കുമ്പം എടാ അവന്തിക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആദർശ നേരം പറഞ്ഞു. അവൾ നല്ലൊരു കുട്ടിയായതുകൊണ്ടൊന്നും മറച്ചു വെച്ചില്ല, അവളോട് മനസ്സിലുള്ളതൊക്കെ ഞങ്ങളോട് തുറന്നു പറഞ്ഞു എന്ന കാര്യവും പറഞ്ഞു. ഒന്നാലോചിച്ച എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടിയാണ് അവന്തിക എന്ന് നയന അനിയോട് പറയുന്നു. അതുമാത്രമല്ലല്ലോ, അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാലും പിന്നീട് നിനക്ക് വേണ്ടിയുള്ളൊരു ബന്ധം ആലോചിക്കുമ്പോൾ അത് നിൻ്റെ സെക്കൻഡ് മാരേജ് അല്ലേ എന്ന കാര്യവും ചോദിക്കുക. ഇവിടെ അവന്തികയ്ക്കെല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മളാരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ എന്തായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എപ്പോഴെങ്കിലും എനിക്ക് അവളോട് താല്പര്യമുണ്ടെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അങ്ങനെ ഒരു സൂചനയെങ്കിലും ഞാൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നവീൻ അവന്തികയുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് വല്ലാത്തൊരു ഷോക്കായിപ്പോയെന്നും പിന്നീട് അതിലും നല്ലൊരു ബന്ധം വേണമെന്ന് അവൾക്ക് തോന്നി, അതുകൊണ്ട് അനിയ വേണമെന്ന് അവൾ വാശി പിടിക്കുന്നതെന്ന കാര്യമൊന്നും അതിനെ പറയുമ്പം ആ വാശിക്ക് കീഴടങ്ങാൻ എന്നെക്കൊണ്ട് പറ്റില്ല, ഇഷ്ടമില്ലാത്ത ഒരുത്തെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ, അതിൻ്റെ പരുക്കാണെങ്കിൽ ഇതുവരെ തീർന്നിട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പം എടാ അതൊക്കെ നിൻ്റെ കയ്യിലെ കുഴപ്പം തന്നെയല്ലേ എന്ന് ചോദിച്ചു ആദർശ്. അനാമിക ആദ്യം കണ്ടതും അവൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പരിചയപ്പെടുത്തിയതൊക്കെ നീ തന്നെയല്ലേ എന്ന കാര്യങ്ങൾ അത് ആദർശ് ചോദിച്ചു. എന്നാൽ അതുപോലെയാണോ അവന്തികയുടെ കാര്യം? അവൾ കുട്ടിക്കാലം മുതലേ നമുക്കറിയാവുന്ന കുട്ടിയല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അനി അതെ, കുട്ടിക്കാലം മുതലേ അറിയാം, ഇതുപോലൊരു അഹങ്കാരിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന കാര്യവും അനി ഇവരോട് പറഞ്ഞു. എന്തൊക്കെയാണ് നീ പറയുന്നത്? അബിയുടെയും അവൻ്റെ അമ്മയുടെയും ഒരു സ്വഭാവം ഇപ്പോൾ അവന്തിക്കില്ല എന്ന് നയന പറയുമ്പം അതെ ഇപ്പം ഇല്ല, പക്ഷേ നേരത്തെ അബിയേക്കാളും കുഴപ്പക്കാരിയായിരുന്നു അവളെന്ന കാര്യം അനി പറഞ്ഞു. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് മാറിയതെന്ന് പറഞ്ഞപ്പം ആ മാറ്റം നല്ല മാറ്റമല്ലേടാ. പിന്നെ അനാമികയുടെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവന്തിക്ക് കല്യാണം കഴിച്ച് നമ്മുടെ തറവാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടെ എന്നും ചോദിച്ചു. അവളാണെങ്കിൽ MBA കഴിഞ്ഞിട്ട് വന്ന കുട്ടിയല്ലേ, ബിസിനസ്സിൽ നിനക്കത് ഗുണം ചെയ്യുകയും ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പം അവൾക്കൊരു പയ്യനെ കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഏട്ടാ എന്ന് അനി അന്നേരം പറഞ്ഞു. നവീനേക്കാളും നല്ലൊരു പയ്യനെ അവൾക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിക്കൊള്ളാമെന്നും എന്നാലും എനിക്ക് ബന്ധത്തിന് ഒരു താല്പര്യവും ഇല്ല എന്ന് അനി പറയാം. അപ്പോൾ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണോടാ എന്ന് ആദർശ് അന്നേരം ചാടിക്കയറി ചോദിച്ചു. അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു. എല്ലാവരും അങ്ങനെയാ പറയുന്നതെന്ന് നയനെ അന്നേരം പറയുക. പിന്നെ ഇവിടെ എൻ്റെ 3-ാം മാസ ചടങ്ങിന് വന്നപ്പോൾ ഞങ്ങളും ചില കാഴ്ചകളൊക്കെ കണ്ടതല്ലേ എന്ന് നയനെ ചോദിച്ചേ. ഏട്ടത്തി നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നിങ്ങളൊക്കെ കാരണമാണ് അവളൊന്ന് കാണാനോ മിണ്ടാനോ പോലും എനിക്കിപ്പോൾ പറ്റാത്തതെന്നും അനി പറയുന്നു. എൻ്റെ 2 ഏട്ടത്തിമാരുടെ അനിയത്തിയാണ് അവളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് 2 വാക്ക് സംസാരിച്ചാലേ അതത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ എന്നും അനി ഇവരോട് ചോദിക്കുന്നു. അപ്പോൾ കുറ്റമൊന്നും അല്ലായിരുന്നു, നിങ്ങൾ 2 പേരുടെയും പോക്ക് നേർവഴിക്കായിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. അപ്പം നന്ദുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവന്തിക്ക് എൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് ഏട്ടൻ കരുതണ്ടായെന്ന് അനി കട്ടായി അങ്ങ് പറഞ്ഞു. എനിക്ക് ഈ ബന്ധം ഇഷ്ടമല്ല എന്നും പറഞ്ഞു. ഇത് പറയാനായിട്ട് ആരും ഇനി എന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് അവന്തിക എത്ര നല്ലവളാണെന്ന് പറഞ്ഞാലും അവൾ നമ്മുടെ അപ്പച്ചിയുടെ മകളാണ്, അതിലുപരി അബിയുടെ അനിയത്തിയാണെന്ന കാര്യവും അനി പറയുകയാണ്. ആ ഒരു ബോധമുള്ളിടത്തോളം കാലം എൻ്റെ കൈകൊണ്ട് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്നും അനി തറപ്പിച്ചു പറയണു. അതും പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. നയനയ്ക്കും ആദർശിനും ആകെ നിരാശ. ഈ സമയത്ത് അവരവിടെ നിന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, അനിയോട് ചോദിക്കുക പോലും ചെയ്യാതെ, ദേവയാനിയൊക്കെ അതുപോലെ തന്നെ അജയനും. അപ്പോൾ അതെ അവൾ വലിയ കുടുംബക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതെന്താ വലിയ കുടുംബമല്ലേ ഏട്ടത്തി, ഇതിലും വലിയൊരു കുടുംബം ഈ നാട്ടിൽ വേറെ ഏതാ ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. അവന്തിക ഇങ്ങനെ നവീൻ്റെ കാര്യം പറഞ്ഞതിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആ സമയത്താണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനി വന്നപ്പോൾ ഇവർ 2 പേരും കൂടെ ഇരിക്കുകയല്ലേ. അപ്പോൾ അനി ഇവരെ കണ്ടപ്പം ഇവരുടെ അടുത്തേക്ക് വന്നു. മോനെ എടാ എന്നും പറഞ്ഞ അച്ഛൻ ഇങ്ങനെ വിളിച്ചു. നിന്നോട് വളരെ വിശദമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കല്യാണക്കാരിയാണോ എന്ന് അനി ചോദിക്കും കേട്ടോ. മോനത് അറിഞ്ഞോടാ എന്ന് അച്ഛൻ ചോദിച്ചു. അവന്തിക്ക് അവളുടെ ഇഷ്ടം എന്നോട് പറഞ്ഞു, അതിനുള്ള മറുപടി ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവന്തിക്ക് പറഞ്ഞു വരും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അവന്തിക്ക് അപ്പുറം മാറി നിന്ന് കേൾക്കുക. എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ എന്നിട്ട് പിന്നെ എന്തിനാടി ഇവിടെ ഉള്ളവരെ കൊണ്ടൊക്കെ റെക്കമെൻഡേഷൻ ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക്കയോട് ദേഷ്യപ്പെട്ടു അനിയെ. അപ്പോഴത്തേക്ക് എടാ നീ എന്താ മോളോട് ചൂടാകുന്നതെന്ന് അജയൻ കയറി അനിയോട് ചോദിച്ചു. മോളുടെ മനസ്സിലുള്ളൊരു ഇഷ്ടം പറഞ്ഞു, അത് കൊള്ളാം എന്നിവിടെ ഉള്ളവർക്കൊക്കെ തോന്നി, നിൻ്റെ വല്യമ്മയ്ക്ക് ഉൾപ്പെടെ അങ്ങനെ തോന്നി. അപ്പോൾ അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു കുടുംബം വേണ്ട മോനെ എന്ന് ദേവയാനി ചോദിച്ചു. അപ്പോൾ കുടുംബമില്ലാത്തവരെന്താ ഈ നാട്ടിൽ ജീവിക്കുന്നില്ലേ എന്ന് അനിയ നേരം ദേവയാനിയോട് ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ആർക്കാ ഇത്ര വലിയ കുടുംബം ഉള്ളതെന്ന് ചോദിച്ചു. ഇതിനൊന്നും ആർക്കും മറുപടി ഇല്ലായിരുന്നു പറയുന്നില്ല. കല്യാണം കഴിഞ്ഞവർ പോലും വളരെ കുറച്ച് നാൾ മാത്രമേ ഒന്നിച്ച് ജീവിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പം പുറത്ത് പലതും നടക്കുന്നുണ്ടാവും, നമ്മൾ അതൊന്നും അനുകരിക്കേണ്ട കാര്യമില്ല എന്ന് അജയൻ. വിവാഹം കഴിഞ്ഞ് നല്ല നിലയിൽ ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മൾക്കിടയിൽ ഇല്ലേ എന്ന് അജയൻ അനിയോട് ചോദിക്കുക. അവത്തേക്ക് ഭയങ്കര അഭിനയത്തിൽ ഇങ്ങനെ നിൽക്കുക. എന്നാൽ അങ്ങനെയുള്ളവരെ ഉദാഹരണമായി ആരും ചൂണ്ടിക്കാണിക്കാറില്ല എന്നും പൊടിഞ്ഞു പോയ ബന്ധങ്ങളെപ്പറ്റി പറയാറുള്ളൂ എന്നും അജയൻ പറയുമ്പോൾ അച്ഛാ എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ടാന്ന് പറഞ്ഞു അനി. എടാ ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കുക വേണ്ടത്. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു മൂർത്തി ജ്വല്ലറിയുടെ MD കസേര. എന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചില്ലേ എന്ന് അനി ചോദിക്കുവാണ്. എന്ന് വെച്ച് എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം ദയവ് ചെയ്ത് ആരും എന്നെ അടിച്ചേൽപ്പിക്കാൻ വരരുതെന്നും അനി ഇവരോട് താക്കീതായിട്ട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അനി അവിടുന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. അവന്തിക ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. ഈ സമയത്ത് ദേവയാനി വന്നിട്ട് മോള് വിഷമിക്കണ്ട കേട്ടോ മോളെ, പെട്ടെന്ന് നീയുമായിട്ടുള്ള കല്യാണത്തെപ്പറ്റി അവനോട് പറഞ്ഞപ്പോൾ അവന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന കാര്യം ദേവയാനി പറയണു. അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാമെന്നും പറഞ്ഞു. പിന്നെ അവൻ ദേഷ്യപ്പെട്ട് തോന്നുന്നു മോള് കാര്യമാക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് അജയനും ശരിയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന്
അവന്തിക അങ്ങോട്ടേക്ക് പോയി. പിന്നെ ദേവയാനിയും അജയനെയും കൂടി അതിന് ചൂടിലാണല്ലോ അജയ എന്നിങ്ങനെ പറഞ്ഞു. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ചെല്ലുമ്പോൾ ഉപദേശിച്ചാലേ അത് നേരെ ആയിക്കോളും ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അജയൻ ഇങ്ങനെ നിൽക്കുക. എനിക്കാണെങ്കിൽ മുറി കയറിയിട്ട് ഭയങ്കര കലിപ്പ്. അനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ദേഷ്യം കാരണം ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കലി കയറി അങ്ങനെ അങ്ങ് നിൽക്കുക. അപ്പോഴത്തേക്കും ഇടിച്ചു കയറി അവന്തിക റൂമിലേക്ക് വന്നു. അനിയേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കിപ്പം മനസ്സിലായി. അനിയേട്ടൻ്റെ മനസ്സിൽ അവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ. അപ്പോഴത്തേക്കും നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് അനി ഇങ്ങനെ ചോദിച്ചു. എടി, കല്യാണം എന്ന് പറയുന്നതേ ഒരാളുടെ മാത്രം ഇഷ്ടം നോക്കി നടത്തേണ്ട ഒന്നല്ല എന്നും നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്നും അനി ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിക്കുന്നത് ഈ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് എതിർക്കുന്നത് അനിയേട്ടൻ മാത്രമാണെന്ന കാര്യം അവന്തിക പറയുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ അനിയേട്ടൻ അനുകരിക്കുന്നത് ആദർശേട്ടനല്ലേ എന്ന് ചോദിച്ചു അവന്തിക. ആ ആദർശേട്ടൻ നനയടത്തേക്കൊക്കെ ഈ ബന്ധത്തിനോട് താല്പര്യമാണെന്നൊക്കെ പറയുമ്പം നീ ആരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും ഇത് നടക്കില്ല അവന്തികെ. ഞാൻ നടത്തില്ല. പഠിപ്പൊക്കെ കഴിഞ്ഞ് നീ മടങ്ങി വന്നതിന് ശേഷം നിനക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ട്. നിന്റെ സ്വഭാവമൊക്കെ നന്നായിട്ടുമുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ച് തരുന്നു. പക്ഷേ നിന്നെ ഒരു ഭാര്യയായിട്ട് കാണാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അത് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് അനി പറഞ്ഞു. പിന്നെ ആരെയാ അനിയായിട്ട് ഭാര്യയായിട്ട് കാണാൻ പറ്റുന്നേ? അവളെയാണോ എന്നും ചോദിച്ചുകൊണ്ട് അവന്തിക അനിയോട് ചൂടാവുന്നേ എന്ന് ഞാൻ പറഞ്ഞോ എന്ന് അനി ചോദിച്ചു. ഞാൻ പുറത്തേക്ക് പോകാൻ വിളിക്കുമ്പം എന്തെങ്കിലുമൊക്കെ തടസ്സം പറയും. എന്നിട്ട് അവൾക്കൊപ്പം കറങ്ങി നടക്കാൻ അനിയേട്ടന് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേ നവീൻ എൻ്റെ ഫ്രണ്ടാ, രാകേഷും വിഘ്നേഷും എൻ്റെ സുഹൃത്തുക്കളാണ്. അവർക്കൊപ്പം ഞാൻ കറങ്ങി നടക്കുന്നത് പോലെ തന്നെയാണ് നന്ദുവിനൊപ്പം പോകുന്നത്. അവൾക്കും കല്യാണാലോചനകൾ ഒരുപാട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അവളെന്താ സമ്മതിക്കാത്തതെന്ന് ചോദിക്കുമ്പം അതെനിക്കറിയാവോ എന്ന് ചോദിച്ചു. എങ്ങനെ സമ്മതിക്കാനാ? പ്രേമം അത്രയ്ക്ക് പരിധി വിട്ട് പോവല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പോൾ എന്താ ഇവിടെ ഒരു വഴക്ക എന്ന് ചോദിച്ച് ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നു കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞത് ഞാൻ കേട്ടു. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നീ ആരെ വിവാഹം കഴിച്ചാലും ശരി, നന്ദുവിനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ജാനകി പറയുക. കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞോന്ന് ചോദിച്ചു അനി. നിനക്ക് പിന്നെ എന്താ മോളെ കല്യാണം കഴിച്ചാലെന്ന് ജാനകി ചോദിക്കുക കേട്ടോ. അഭിയം ജലജയം പോലെയല്ല മോള് ചിന്തിക്കുന്നത്. നിന്റെ വിജയത്തിനായി നാത്തൂനും ആങ്ങളെയും തകർന്നാലും നിനക്ക് വിജയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് അവന്തിക മോള് എന്ന് ജാനകി പറയുമ്പം അമ്മ ഇവളുടെ സ്വഭാവത്തെപ്പറ്റി ഞാനതിന് കുറ്റപ്പെടുത്തിയോ? അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോനല്ലേ ഉള്ളൂ. അതുകൊണ്ടേ ഇവളെ ഞാൻ എൻ്റെ പെങ്ങളായിട്ടാണ് കാണുന്നത്, എൻ്റെ അനിയത്തിയായിട്ടാണെന്ന കാര്യം അനി ഇങ്ങനെ പറയണം. അങ്ങനെ ഒരാളെ ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നും അനി ജാനകിയോടും ചോദിച്ചു. അത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറയുന്നത് അമ്മായി എന്ന് അവന്തിക പറയുക. ഞാൻ കണ്ടതാ നന്ദുമായിട്ട് ചുറ്റി കറങ്ങുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ജാനകിയൊക്കെ തുറിച്ച് നോക്കിക്കോ. അപ്പം നീ എപ്പോഴടി കണ്ടതെന്ന് ചോദിച്ചാൽ അനി. അപ്പം നീ ചൂടാവണ്ട. ദേ ഇന്ന് അവധി ദിവസമായിട്ട് നീ പതിവിൽ കൂടുതൽ ഒരുങ്ങി പോയപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു നീ അവളുടെ പിന്നാലെ പോയതാണെന്ന്. ഇപ്പോഴും ആ ബന്ധം അതേപടി തുടരുകയാണല്ലേ എന്ന് ജാനകി അനിയോട് ചോദിക്കുമ്പം ദേ അമ്മ വെറുതെ ഈ കാര്യം പറഞ്ഞാൽ സമാധാനം കളയരുതെന്ന് അനി പറയാന്നു. നിങ്ങളെല്ലാം ഈ രീതിയിൽ വിമർശിക്കുന്നതുകൊണ്ട് അവളെ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും ഒന്ന് ചിരിക്കാൻ പോലും എനിക്ക് പറ്റാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ പറയാം. ഒന്ന് മിണ്ടാനും പറയാനും പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം തൽക്കാലം നീ അവളെ കാണുമ്പോൾ മുഖം തിരിച്ച് പോയാൽ മതിയെന്ന് ജാനകിയുടെ വക അടുത്ത ഡയലോഗ്. പിന്നെ നിന്റെ മുത്തച്ഛൻ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ അവർ പറയാനുള്ളതൊക്കെ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ അവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ജാനകി അവന്തികയോട് മോള് വിഷമിക്കേണ്ട മോളെ, അവന് പറ്റിയ പെൺകുട്ടി മോള് തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിനിടയ്ക്ക് അവൻ മോള് പെങ്ങളാണെന്ന് അനിയത്തിയൊക്കെയാണെന്ന് പറയുന്നത്. മോള് ശ്രദ്ധിക്കേണ്ട കേട്ടോ ഒന്നും ജാനകി. ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് മോനെ എടുത്തിടാൻ അമ്മയ്ക്ക് ഭയങ്കര ധൃതിയും. അതിന് നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. എടാ മോനെ, നിന്റെ അമ്മയും അച്ഛനും വല്യമ്മയും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ അനിയോട് പറയണു. അവന്തിക മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായ സ്ഥിതിക്ക് ഇനി മറ്റൊന്നും നമുക്ക് ആലോചിക്കാനില്ല എന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞു. നമുക്ക് ആ ബന്ധത്തിലേക്ക് പോകാം. എന്താ? അപ്പോൾ എനിക്ക് പറ്റത്തില്ല മുത്തശ്ശ എന്ന് അനി മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അപ്പോൾ എന്താ നിനക്ക് പറ്റാത്തേ? എല്ലാവരും പറയുന്നത് പോലെ നന്ദു ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്ന് ഞാൻ പറഞ്ഞോ എന്ന് അനി ചോദിക്കുവാണ്. മോനെ, പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. നിന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഗോവിന്ദനും കനകയുടെ അടുത്തേക്ക് ഇയാളെയും കൂട്ടി പോയ ആളാണ് ഞാൻ. അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് മുത്തശ്ശൻ അനിയോട് ചോദിച്ചു. അന്ന് ഗോവിന്ദനും കനകയും തർപ്പിച്ചാ പറഞ്ഞത് 2 മക്കൾക്കൊപ്പം 3ാമതൊരാളെ കൂടി ഇങ്ങോട്ട് വിടില്ല എന്നുള്ളത്. പിന്നെ എന്ന് മാത്രമല്ല നിന്റെ അമ്മയുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുമല്ലേ മോനെ എന്ന് ചോദിച്ചു. നന്ദുവിനെ നീ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അവൾ വീട്ടിലേക്ക് വരുന്നത് പോലും ജാനകിക്ക് ഇഷ്ടമല്ല എന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതും ശരിയാ മോനെ, കുടുംബകലകം ഉണ്ടാക്കാതെയല്ലേ മോനെ നമ്മൾ ബന്ധം തീരുമാനിക്കുന്നതെന്ന കാര്യമൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് മാത്രമല്ലടാ മോനെ, ഞാനെന്ന് ഗോവിന്ദനും കനയ്ക്കും വാക്ക് കൊടുത്തത് നന്ദുവിന് നല്ലൊരു ബന്ധം വന്നാൽ അതിനിടയിലേക്ക് എൻ്റെ കൊച്ചുമോൻ കയറി വരില്ല എന്നുള്ളത്. അതുമാത്രമല്ല നിന്നെക്കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞതാണെന്ന കാര്യവും പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്ത സ്ഥിതിക്ക്
നിനക്കത് പാലിക്കേണ്ട ബാധ്യതയൊക്കെ ഉണ്ടടാ മോനെ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം അതും ഇതുമായിട്ട് എന്താ മുത്തശ്ശ ബന്ധം? പെട്ടെന്നൊരു ദിവസം എല്ലാവരും കൂടെ അവന്തികയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് പറ്റുമോ എന്ന് അനി ഇങ്ങനെ പറയാം. അപ്പോൾ പറ്റില്ല, അതുമാത്രമല്ല സ്നേഹിച്ച പെണ്ണിനെ മറക്കാനും നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മുത്തശ്ശൻ അനിയോട് ഇങ്ങനെ പറഞ്ഞു. നീ ഇപ്പോഴും നന്ദുവിനെ കാണുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നു മുത്തശ്ശി, നന്ദു എന്ന് പറയുന്നത് നമുക്ക് അന്യായ പെൺകുട്ടിയൊന്നും അല്ലല്ലോ, എൻ്റെ 2 ഏട്ടത്തിമാരുടെയും സ്വന്തം അനിയത്തിയല്ലേ എന്ന് ചോദിച്ചു. അവളെ കാണുമ്പോഴൊക്കെ ഒന്ന് മിണ്ടുന്നതിൽ എന്താ തെറ്റുള്ളത് എന്ന് അനി ചോദിക്കുകയാണ് മുത്തശ്ശനോടും മുത്തശ്ശിയോടും. അന്നേരം ഒരു തെറ്റുമില്ല, അവളെ കാണുമ്പോൾ നീ മുഖം തിരിച്ചു പോകേണ്ട യാതൊരു കാര്യമില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദം അത് പഴയപടി അത് വളരാൻ പാടില്ലെന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ എന്നോട് പറയാം. അതുപോലെ തന്നെ ഇനി അവന്തികയെ സങ്കടപ്പെടുത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുമ്പം എൻ്റെ ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ മുത്തശ്ശ, അതിനൊപ്പം തന്നെ ഈ നിശ്ചയമൊക്കെ ഇപ്പോൾ നടത്തുന്നതെന്ന് ഇങ്ങനെ അനി ചോദിക്കുമ്പം പുറത്ത് ആരോടും ഇത് അറിയിക്കുന്നില്ല, വളരെ അടുപ്പമുള്ളവരോട് മാത്രമേ പറയുന്നുള്ളൂ, അതിവിടെ വെച്ച് വളരെ രഹസ്യമായിട്ടാണ് മോതിരമാറ്റ ചടങ്ങായിട്ട് നടത്തുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതിൽ തെറ്റുള്ളൂ എന്ന കാര്യവും മുത്തശ്ശ പറയുന്നു. അല്ലാതെ നമ്മൾ മാത്രമായിട്ടുള്ള ഇങ്ങനെ ഒരു ചടങ്ങ് അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നണില്ല എന്ന് മുത്തശ്ശൻ അനിയോട് പറയുവാണ്. എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണമെന്ന് അവന്തിക പറയുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു. നിൻ്റെ പോക്കിലെ അവൾക്ക് നല്ല സങ്കടമുണ്ടെന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഈ വീട്ടിലെല്ലാവരുടെയും പോക്കിലെ എനിക്കും നല്ല വിഷമമുണ്ടെന്ന് അനി എൻ്റെ മനസ്സറിയാതെയാ ഇവിടെ ഓരോരോ തീരുമാനങ്ങൾ എല്ലാവരും കൂടെ എടുക്കുന്നതെന്ന കാര്യമൊക്കെ അനി ഇങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ തന്നെ മുത്തശ്ശൻ അറിയാമല്ലോ ബിസിനസ്സിൻ്റെ ഒരുപാട് തലവേദനകളുണ്ട്, മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഇത്തരം തീരുമാനങ്ങളൊന്നും ദയവ് ചെയ്ത് നിങ്ങളാരും എടുക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ വന്നിട്ട് പറയുകയാണ് അവരോട്. പിന്നെ ഇതാലോചിച്ചിട്ട് എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുക ഞാനെന്നൊക്കെ പറഞ്ഞ് അനി ഭയങ്കരമായിട്ട് തൻ്റെ ടെൻഷൻ പ്രകടിപ്പിക്കുന്നു. എനിക്കിതിനോട് യോജിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ, അവന്തിക്ക് എനിക്ക് ഭാര്യയായിട്ട് കാണാനും പറ്റില്ല എന്ന് കട്ടായ അനി പറഞ്ഞു. പക്ഷേ നമ്മുടെ നവ്യ ഇതിനെ സമ്മതിക്കില്ല, എന്ത് വില കൊടുത്തും നവ്യ ഇത് തടയുമെന്ന് നവ്യ ശപഥം എടുത്തിരിക്കുക. ഏതായാലും അവന്തികയുടെ അബിയുടെ അച്ഛൻ്റെ ഒന്ന് മോഹം നടക്കാൻ പോകണില്ല, ഒക്കെ കാറ്റിപ്പറത്തി കളയും നമ്മുടെ നവ്യ. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതും പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അനി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വസുന്ധര എന്ന് ചോദിച്ചു കേട്ടോ. അല്ലെങ്കിലും കുട്ടികൾ അങ്ങനെയാ, ആദ്യമൊക്കെ കല്യാണത്തെ എതിർക്കുമെന്നും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നീങ്ങിപ്പോവുകയും ചെയ്യുമെന്ന കാര്യം മുത്തശ്ശനോട് പറയുന്നു. ഒരനുഭവം കൊണ്ട് ആരും പഠിച്ചില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുണ്ട്. ആദ്യം സ്നേഹിച്ച പെണ്ണിനെ ഒരാണിനും മറക്കാൻ പറ്റത്തില്ല എന്ന കാര്യമൊക്കെ മുത്തശ്ശനിങ്ങനെ മുത്തശ്ശിയായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് നമ്മുടെ പാർട്ട് 1 അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.